കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകൾ പശ്ചിമേഷ്യ തുടർന്നും കുരുതിക്കളമാവുകയും യുദ്ധം അടുത്തെങ്ങും അവസാനിക്കില്ലെന്നുമുള്ള സൂചനകൾ നൽകുകയാണ്. രക്തസാക്ഷികളായവരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ മറക്കില്ലെന്ന മൊജ്തബ ഖമേനിയുടെ പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴാണ് മൊജ്തബ ഇക്കാര്യം പറഞ്ഞത്. അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ US താവളങ്ങളെ ലക്ഷ്യമിടും. എത്രയും പെട്ടെന്ന് ഗൾഫ് രാജ്യങ്ങളിലുള്ള US സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം തുടരുമെന്നും മൊജ്തബ വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ ഒരിക്കലും പിന്മാറില്ല, പൂർണ്ണ ശക്തിയോടെ പ്രതിരോധിക്കും. ആയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടി മാത്രമല്ല, യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓരോ പൗരനും വേണ്ടി പ്രതികാരം ചെയ്യുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം തങ്ങൾ മുന്നോട്ട് വെക്കുന്ന 3 നിബന്ധനകൾ അമേരിക്കയും ഇസ്രയേലും അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനത്തിനും തയ്യാറാണെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന പുറത്തു വന്നിരുന്നു. ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്നും ഇതുവരെയുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഭാവിയിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാജ്യാന്തര തലത്തിലെ കരാർ ഉറപ്പാക്കണമെന്നുമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനായുള്ള ഇറാന്റെ പ്രതിബദ്ധത ഉറപ്പാക്കാം. എന്നാൽ ഇസ്രയേൽ ഭരണകൂടവും US ആരംഭിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഇറാന്റെ നിയമാനുസൃത അവകാശങ്ങൾ അംഗീകരിക്കണമെന്നതാണ്. ഇക്കാര്യത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും സംഘർഷം തുടരുന്നതിനിടെ പരസ്പരം പോർവിളികളുമായി രംഗം കൂടുതൽ കലുഷിതമാകുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്ന തരത്തിൽ ഇറാൻ എന്തെങ്കിലും ചെയ്താൽ നിലവിലുള്ളതിനേക്കാൾ 20 മടങ്ങ് ശക്തിയോടെ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനു പിന്നാലെ ട്രംപിന് നേരെ ഭീഷണിയുമായി ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാരിജാനി രംഗത്തെത്തിയതും ലോകം കണ്ടതാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾ കടത്തിവിടില്ലെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡും വ്യക്തമാക്കിയിട്ടുണ്ട്.